സ്നേഹിതരെ, പ്രത്യാശ നശിക്കാത്തൊരു ശക്തിയാണ്. പ്രത്യാശ ഒരു വികാരമല്ല, അതൊരു തീരുമാനമാണ്. നമുക്ക് തോന്നേക്കാം നമ്മുടെ മുന്നിൽ വഴി തീർന്നുപോയി, നമ്മുടെ വഴികൾ അടഞ്ഞുപോയി, നമുക്കിനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യാശയിൽ ആശ്രയിക്കും. പ്രത്യാശ മാനുഷികമല്ല, അത് ദൈവത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ പ്രത്യാശ പരാജയപ്പെട്ടേക്കാം, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ നാണം കെടുകയില്ല. റോമലേഖനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് പ്രത്യാശയിലേക്ക് നയിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, പ്രത്യാശ ഒരു വികാരമല്ല, അതൊരു തീരുമാനമാണ്. ഒരു കപ്പൽ കടലിലൂടെ പോരുമ്പോൾ ആ കപ്പലിൻ്റെയും പ്രത്യാശ ദൂരെ കാണുന്ന ലൈറ്റ് ഹൗസാണ്. അതുപോലെ നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവത്തിൽ മാത്രം പ്രത്യാശിക്കുക. നാം നാണം കെട്ട് പോകാതിരിപ്പാൻ, നാം നശിച്ചു പോകാതിരിപ്പാൻ കേൾക്കുന്ന ദൈവവചനം വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നിശ്ചയമായും നാം അനുഗ്രഹം പ്രാപിക്കും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ഭയം നീക്കി പ്രത്യാശയോടെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കി ജീവിപ്പാൻ എൻ്റെ കണ്ണുകളെ വാഗ്ദത്തത്തെ നോക്കുവാൻ അഭ്യസിപ്പിച്ച് മുന്നോട്ട് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, പ്രത്യാശയുള്ളവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. അതുകൊണ്ട് വാഗ്ദത്തം നമ്മുടെ ക്ഷീണിച്ച ചിറകുകളിൽ പുതിയ തൂവലുകൾ വെക്കട്ടെ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, യേശു പകരുന്നല്ലോ പുതുശക്തി നിന്റെ വിശ്വാസ ചിറകുകളിൽ, വാഗ്ദത്ത വചനമാം തൂവലുകൾ ഒന്നിനോടൊന്ന് വീണ്ടും ചേർന്നിടട്ടെ. യേശു നമ്മുടെ വിശ്വാസത്തിൻ്റെ ചിറകുകളിൽ പുതുശക്തി പകർന്ന് ക്ഷീണിച്ചു പോയ തൂവലുകൾ ഒന്നുകൂടെ പുതുക്കി, കൊഴിഞ്ഞുപോയ തൂവലുകൾക്ക് പുതിയ ചിറകുകൾ മുളപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രത്യാശ നശിക്കാത്ത ഒരു ശക്തിയാണ്. ആമേൻ.